സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും ബ്രിട്ടീഷ് ഇന്ത്യക്ക് കീഴിലായിരുന്നു. ഹിന്ദു മുസ്ലിം സമൂഹങ്ങൾ ഒന്നിച്ച് ഇടപഴകി ജീവിച്ചിരുന്ന പ്രദേശങ്ങൾ. എന്നാൽ സ്വാതന്ത്ര്യത്തോടെ പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിന്നും പുറത്തുപോയി. കിഴക്കൻ പാകിസ്ഥാനായി ബംഗ്ലാദേശും. ഒപ്പം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉണ്ടായിരുന്ന ഹിന്ദുമത വിശ്വാസികൾ ഇന്ത്യയിലേക്കും ഇന്ത്യയിലുണ്ടായിരുന്ന മുസ്ലിം വിശ്വാസികൾ പാകിസ്ഥാനിലേക്കും പലായനം ചെയ്തു. ലോകം കണ്ട ഏറ്റവും വലിയ പലായനങ്ങളിൽ ഒന്നായിരുന്നു അത്. എന്നാൽ ആളുകൾ മാത്രമാണ് പലായനം ചെയ്തത്. അവരുടെ ആരാധനാലയങ്ങളും വീടുകളും മറ്റും അതാതിടങ്ങളിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ സമൂഹ മാധ്യമ കാലത്ത് പാകിസ്ഥാൻ സന്ദർശിച്ച ഒരു വ്ളോഗർ പാകിസ്ഥാനിലെ ഹിന്ദു ശിവക്ഷേത്രത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെ വൈറലായിരിക്കുകയാണ്. ഗോസിയ വോയേർജഗ എന്ന സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർ തന്റെ വോയേജർ ക്യാപ്പിൽ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് പാകിസ്ഥാനിലെ പുരാതന ശിവക്ഷേത്രത്തിന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. നിങ്ങൾ പാകിസ്ഥാനിലെ ഹിന്ദു ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തോടെയാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത്. ഖറ്റാസ് രാജ് എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഇസ്ലാമാബാദിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ അകലെ പാക് പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീഡിയോയിൽ ഗോസിയ പുരാതനമായ കൽക്കെട്ടിലൂടെയും മറ്റും നടക്കുന്നത് നമുക്ക് കാണാം. ഒരു സാധാരണ ക്ഷേത്രത്തിന്റെ ശില്പരീതികളൊന്നും അവിടെ കാണാനില്ല. മറിച്ച് ഒരു കൊട്ടാരത്തിന്റെ രൂപമാണ് ക്ഷേത്രത്തിനുള്ളത്. നിരവധി കൽക്കെട്ടുകളും വലിയൊരു കുളവും സമീപത്തായുണ്ട്. ആദ്യ ഭാര്യ സതിയുടെ മരണത്തിൽ മനം തൊന്ന ശിവന്റെ കണ്ണിൽ നിന്നും വന്ന കണ്ണീരിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ കുളമെന്നാണ് വിശ്വാസം. നല്ല തെളിനീരുള്ള കുളമായിരുന്നു അത്. അതോടൊപ്പം ക്ഷേത്രം വളരെ വൃത്തിയായിട്ടാണ് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്.